അമ്മമ്മ വിളിക്കാൻ പോവായിരുന്നു. അന്നേരം തിരിച്ചു വന്നപ്പോൾ ഒരു മയിലിനെ കണ്ടായിരുന്നു. അന്നേരം ആ മയിലിനെ കണ്ടപ്പോൾ അരി വെച്ചു കൊടുത്തു. അന്നേരം ആ മയില് 2 പാത്രത്തിനകത്ത് നിന്ന് കഴിച്ചു. ഒരെണ്ണം 2 പാത്രത്തിനകത്ത് ഒഴിച്ചു, ഒരെണ്ണം 2 പാത്രത്തിനകത്ത് ഒഴിച്ചു. അന്നേരം അങ്ങനെ കഴിച്ചോണ്ട് ഒരു ദിവസം ഒരു മയിലുണ്ടായിരുന്നു. ആ മയില് ഞാൻ കുറെ നേരം കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. അന്നേരം ആ മയില് ഇങ്ങോട്ട് വന്നായിരുന്നു. അന്നേരം ഞാൻ ഹൗസിൽ പോയി അരി എടുത്തോണ്ട് വന്ന് മയിലിന് കൊടുത്തായിരുന്നു. അന്നേരം കൊത്തിപ്പറിച്ച് കഴിച്ചോണ്ടിരുന്നായിരുന്നു. ഒരു ദിവസം ഒരു മയിലുണ്ടായിരുന്നു എന്റെ വീട്ടിൽ. അന്നേരം ആ മയില് കുറെ നേരം ഇവിടെ നിൽക്കുമായിരുന്നു അരി ഇട്ടാതെ. അന്നേരം ആ മയില് ഞാൻ മയിലിന് അരി കൊണ്ട് കൊടുത്തു. പിന്നെ മയിൽ അത് കൊത്തി കഴിച്ച് പിന്നെ തിരിച്ചു നേരം കിടന്നുറങ്ങി. കുറെ നേരം ഉറങ്ങിപ്പോയി. അന്നേരം ഞാൻ അകത്ത് കയറിപ്പോയി. ഒരു ദിവസം ഈ കാക്ക ഉണ്ടായിരുന്നു. ആ കാക്ക ഒത്തിരി നേരം നിൽക്കുമായിരുന്നു. നെയ്പ്പ് കിട്ടാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അന്നേരം ആ കാക്ക എന്തോ ചെയ്തെന്നറിയാമോ? ആ കുട്ടിയുടെ കയ്യിരിക്കുന്ന നെയ്പ്പ് തട്ടിക്കൊണ്ടുപോയി. അന്നേരം ഒരു കുറുക്കൻ വന്ന് ഈ ഒരു പാട്ട് പാടാമെന്ന് പറയും. അന്നേരം പറഞ്ഞ് കുറുക്കൻ ഒരു പാട്ട് പാടിത്തരാൻ പറഞ്ഞു. അന്നേരം കാക്ക ഒരു പാട്ട് കൊടുത്തു. അന്നത്തേക്ക് നെയ്പ്പ് താഴെ വീണ്. അന്നേരം കുറുക്കൻ്റെ അടുത്തോണ്ട് പോയത്. ഒരു കാക്ക ഉണ്ടായിരുന്നു. ആ കാക്ക വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അന്നേരം ദാഹം കിട്ടാതെ വെള്ളം ഒന്നും കിട്ടിയില്ലായിരുന്നു. അന്നേരം ഒരു കലം കണ്ടായിരുന്നു. അതിനകത്ത് ഇച്ചിരി വെള്ളം ഉള്ളായിരുന്നു. അന്നേരം കാക്ക കുറെ കല്ല് എടുത്ത് ഇട്ടപ്പോൾ കാക്ക വന്ന് വെള്ളം കുടിച്ചിട്ട് പോയിട്ട് ഒരു മയിൽ വന്ന് വെള്ളം കുടിച്ചിട്ട് പോയി.